ഹായ് മക്കളെ, ജെതിൻ സാറാണ്. സോ മക്കളെ, 7ാം ക്ലാസ്സിലെ മക്കളാണ്. എല്ലാ ആളുകൾക്കും ക്രിസ്മസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കമന്റുകളൊക്കെ കാണുന്നുണ്ട്. സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പല ആൾക്കാരിൽ നിന്നും കിട്ടുന്നത്. കുറേ ആളുകൾ പറയുന്നുണ്ട്, സാർ വിചാരിച്ചതുപോലെയൊന്നും അല്ല, അത്യാവശ്യം ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, സാർ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് 7ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് വിലയിരുത്തുന്ന സമയത്ത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ആവറേജ് മീൻസ് കുറച്ച് ആളുകൾക്ക് മാത്രമേ എക്സാമിനകത്ത് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം ടഫ് തന്നെയാണ്. നിങ്ങൾക്കറിയുന്നതാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലേക്ക് ടഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സൂചന ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണം എക്സാം തന്നെ നോക്കിയാൽ മതി. ഓണം എക്സാമിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിചാരിച്ചതുപോലെ മാർക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതേ പാറ്റേൺ പ്രകാരം തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി അടുത്ത മെയിൻ എക്സാമിന് എന്താവും അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതും ടഫ് ആവും എന്ന് തന്നെയാണ്. നമ്മൾ ഈ രണ്ട് എക്സാം നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത അത് തന്നെയാണ്. കാരണം എന്തായാലും ടഫ് ആവും. അത്യാവശ്യം നല്ല രീതിയിലേക്ക് തന്നെ ടഫായിട്ടുള്ള ഒരു എക്സാമാണ് മെയിൻ എക്സാമിന് വരിക. കാരണം നമ്മുടെ 7ാം ക്ലാസ്സിനെ സംബന്ധിച്ചോളം എക്സാമിൻ്റെ മാത്രമല്ല നമ്മൾ കണ്ടത്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 7ാം ക്ലാസ്സിനകത്താണ് നമ്മൾ USS എന്ന് പറയുന്ന വലിയൊരു എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7ാം ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് USS നേടുകയും അതേപോലെ തന്നെ നല്ല രീതിയിലേക്ക് മാർക്ക് നമ്മൾ 7ാം ക്ലാസ്സിനകത്ത് സ്കോർ ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഈ കുട്ടി ഒരു 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു മാർക്കിലേക്ക് എന്ത് ചെയ്യുക, എത്തുക. നിങ്ങൾക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി. 7ാം ക്ലാസ് കഴിഞ്ഞ് അടുത്തവർ പോകേണ്ടത് 8ാം ക്ലാസ്സിലേക്കാണ്, ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കാണ്. ഇതുവരെ പഠിച്ചതുപോലെ ഒന്നുമല്ല 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി തരും, ആ ആക്ടിവിറ്റിക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ കണ്ടെത്തുന്നതാണ് ഇപ്പോഴുള്ളൊരു പാറ്റേൺ. എന്നാൽ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, അവർക്ക് എഴുതാനുണ്ടാവും. അവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലേക്കൊക്കെ ഒരു എഴുതാനൊക്കെ അവരെന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഈ ഒരു ഒക്കെ ചെയ്യുന്ന കുട്ടിക്കൊക്കെ പലപ്പോഴും 8ാം ക്ലാസ്സിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ, അത് 7ാം ക്ലാസ്സിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാത്തത് തന്നെയാണ് കാരണം. അപ്പോൾ ഞാൻ പറയുന്നു, 7ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു സമയം തന്നെയാണ് 7ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇനി ഇപ്പോൾ അടുത്ത ഇപ്പോൾ എക്സാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് തേർഡ് ടേം എക്സാം ആണ് നമുക്കുള്ളത്. അപ്പോൾ പലപ്പോഴും ഒരു ആൾക്കാരുടെ ഒരു ചോദ്യമാണ്, സാർ ഇനി ഞങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ടോ, ഇനി ഞങ്ങൾക്ക് USS നേടാനുള്ള ഒരു അവസരമുണ്ടോ, അല്ലെങ്കിൽ ഇനി ഒരു ടേം എക്സാമിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. മക്കളെ, അങ്ങനെ സംശയമുള്ള ആളുകളോട് ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് USS നേടാം. അടുത്ത ടേം എക്സാമിനകത്ത് വലിയ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നല്ലേ, അത് അതിനൊരു സൊല്യൂഷൻ സൈലം കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല മക്കളെ, അവഞ്ചേഴ്സ് ബാച്ചാണ്. നിങ്ങൾക്കറിയാം, സൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ബാച്ച് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ഫീച്ചേഴ്സുകൾ അവഞ്ചേഴ്സിനകത്തുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സുകൾ? റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓൾറെഡി ഇതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ പ്രകാരം ലൈവ് ക്ലാസ്സുകളായിരിക്കും. ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഇവൻ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി അതിൽ റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കും. നിങ്ങളുടെ ഒരു സമയം എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാം. അതേപോലെ തന്നെ മക്കളെ, എക്സാമുകൾ ഉണ്ടാവും. എക്സാം ഓരോ ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും. അതുകൂടാതെ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തന്നെ ടീച്ചേഴ്സിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയതാണ് സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നു, ഈ പറഞ്ഞ 7ാം ക്ലാസ്സിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും USS നേടുകയും എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ, അതിനുവേണ്ടി വർക്ക് ചെയ്യുമെന്ന് മനസ്സിൽ ഉറച്ചൊരു തീരുമാനമുള്ള കുട്ടികളാണെങ്കിൽ, അവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ബാച്ചാണ്. സോ എല്ലാ ആൾക്കാരും അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ 9994000800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. അവഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ.